കേരളത്തിലും ലോകത്തുമുള്ള ആശുപത്രികളിൽ രോഗികളില്ലാതെയാകും. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്ന് വിറ്റു പോകാത്തൊരവസ്ഥ വരും. എപ്പോഴാണെന്നല്ലേ, നമ്മുടെ സമൂഹത്തിലുള്ള ഡയബറ്റീസ് രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുമ്പോൾ. കാരണം നമ്മൾ ഈ വരുന്ന ഈ ഹോസ്പിറ്റലിൽ കാണുന്ന തിരക്കുകളും ഈ വിറ്റുപോകുന്ന മരുന്നുകളും എല്ലാം ഈ ഡയബറ്റീസ് മൂലമുള്ള കോംപ്ലിക്കേഷനും വേണ്ടിയാണ് ഒരു മെജോറിറ്റി ഈ ഹെൽത്ത് കെയർ സർവീസസ് ഇപ്പോൾ ഓടുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഡയബറ്റീസ് കുറയ്ക്കാം? നമുക്ക് എല്ലാ ദിവസവും ഡയബറ്റീസ് ഇങ്ങനെ കൂടി വരിക. കുറയ്ക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ ടൈപ്പ് 2 ഡയബറ്റീസ്, അതായത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഡയബറ്റീസ് നമുക്ക് ആരംഭ സമയത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ മരുന്നിൽ നിൽക്കാം എന്നുള്ള ഒരു ഡിസിഷനോടുകൂടി മരുന്നിൽ പോകുന്നതിന് പകരം റെമിഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ എന്ന പാത്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ഇത് വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം. അതൊരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ്. വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും നമ്മൾ റെമിഷനിലേക്ക് വിടണം. ഇനീഷ്യൽ ഇയേഴ്സിലൊക്കെ റെമിഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ എന്ന് പറയുന്നത് ഒരു 80 to 90% സാധ്യമാണ്. ഇനീഷ്യൽ 6 വർഷത്തിൻ്റെ ഉള്ളിലുള്ളവർക്കാണെങ്കിൽ ഒരു പകുതി ആൾക്കാർക്ക് നമുക്ക് റെമിഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എന്താണ് ഈ റെമിഷൻ റിവേഴ്സൽ എന്ന് എല്ലാവരും ചോദിക്കും. ഇത് പറ്റിയതാണോ? ഇത് ചുമ്മാ ഈ ഓൺലൈനായിട്ട് കാണുന്നതാണോ? ഞങ്ങൾ സ്ഥിരം കാണുന്ന ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവൺ കാര്യമാണ്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് പ്രത്യേകിച്ച് ഈ യങ് ആൾക്കാർക്ക് വരുന്നത്, 50 വയസ്സിൻ്റെ താഴെയുള്ളവർക്ക് വരുന്നത് ഈ ഓവർ വെയ്റ്റ് കാരണമാണ്. ഈ ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ കാണുന്ന പോലെ പൊണ്ണത്തടിയാണെന്നും വേണമെന്നൊന്നുമില്ല. പഴയ ഒരു ബേസ് ലൈൻ വെയ്റ്റിൽ നിന്നും ഒരു 5-6 കിലോ കൂടിയാൽ പോലും ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി ഡയബറ്റീസ്. ഈ വെളിയിലേക്ക് വരുന്ന ഫാറ്റ് ഡിപ്പോസിഷൻ്റെ ഒരു പ്രപ്പോർഷൻ വയറിൻ്റെ ഉള്ളിൽ, ലിവറിൻ്റെ ചുറ്റും, പാൻക്രിയാസിൻ്റെ അകത്തും ഒക്കെ ഫാറ്റായിട്ട് വരും. ഈ പാൻക്രിയാറ്റിക് ഫാറ്റാണ് ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങൾ ബീറ്റാ സെൽസിന് ഈ ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുകയും ഇൻസുലിൻ്റെ അളവ് കുറയുകയും ഇൻസുലിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സയൻറ്റിഫിക് രീതിയിൽ ബാലൻസ്ഡ് ഡയറ്റായിട്ട് ആ ഒരു വെയിറ്റ് റിഡക്ഷനിലേക്ക് കൊണ്ടുപോവുകയും പാൻക്രിയാറ്റിക് ഫാറ്റിൻ്റെ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഡയബറ്റീസ് വളരെ എളുപ്പം റെമിഷനിലേക്ക് അല്ലെങ്കിൽ റിവേഴ്സലിലേക്ക് പോയി ഒരു മരുന്നുകളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പം കേരളത്തിലും ലോകത്തും ആരെങ്കിലും ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഇനീഷ്യൽ ഇയേഴ്സിൽ മരുന്നിൽ ജീവിതകാലം മുഴുവൻ പോവുക എന്നുള്ള ഡിസിഷന് പകരം റെമിഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ പാത്തിലേക്ക് പോകണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസ് ഞാൻ എല്ലാവർക്കും പറയുന്നത്. കാരണം നമ്മുടെ കൂടെ വന്ന എത്രയോ ആളുകൾക്ക്, ഒരു 1000-ൽ കൂടുതൽ ആളുകളുടെ റെമിഷൻ അച്ചീവ് ചെയ്ത് വളരെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. ഇവരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ ഇവർ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ച് കോംപ്ലിക്കേഷൻസിലേക്ക് പോകേണ്ട പേഷ്യൻസാണ്. താങ്ക് യു.